Hello everyone, welcome back to my channel. In this video I will discuss the text formatting tags in HTML. So what are the text formatting tags? That means normally we see that we format text in softwares like Word, Excel, etc. Like Excel, Word പോലുള്ള സോഫ്റ്റ്വെയറിൽ നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാറുണ്ട്. That is make it bold, make it italics, make it underlined. These kind of things are discussed in this section. സോ എങ്ങനെയാണ് HTML നമ്മൾ ടെക്സ്റ്റിന് ഫോർമാറ്റിംഗ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറയുന്നത് എല്ലാം എന്താണ്, കണ്ടെയ്നർ ടാഗ്സ് ആണ്. ഇത്രയാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആയിട്ട് ഉള്ളത്. എല്ലാം കണ്ടെയ്നർ ടാഗ്സ് ആണ്, വിച്ച് മീൻസ് ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്റ്റാർട്ട് ആസ് വെൽ ആസ് എൻഡ് ടാഗ്. ഫസ്റ്റ് വൺ ഈസ് ബി ഓർ സ്ട്രോങ് ടാഗ്. ബി എന്നുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ് യു വാണ്ട് ടു മേക്ക് എ ടെക്സ്റ്റ് ബോൾഡ്, അതെന്ത് ചെയ്യുക, ബി ടാഗ് അല്ലെങ്കിൽ സ്ട്രോങ് എന്നുള്ള ഒരു ടാഗ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടാഗും രണ്ടും ഒരേ എഫക്റ്റ് തന്നെയാണ്. അതെന്താണ്, ഇറ്റ് ഈസ് ടു മേക്ക് ദ ടെക്സ്റ്റ് ബോൾഡ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ബോൾഡ് ആക്കുക? ഹായ് എന്നുള്ളൊരു ടെക്സ്റ്റ് എനിക്ക് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ബി എന്നുള്ളൊരു ടാഗ് ഓപ്പൺ ചെയ്യുക, ഹായ് എന്നുള്ള ടെക്സ്റ്റ് കൊടുക്കുക, ബി ടാഗ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഹായ് എന്നുള്ള ടെക്സ്റ്റ് നോർമൽ ടെക്സ്റ്റിലല്ല വരിക, അതെന്തായിട്ടായിരിക്കും വരിക, ബോൾഡ് ആയിട്ടായിരിക്കും വരിക. അടുത്തതാണ് ഐ ടാഗ് ഓർ EM ടാഗ്. ഐ എന്ന് പറയുന്ന ടാഗ് അല്ലെങ്കിൽ EM എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ഇറ്റാലിക്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ടു മേക്ക് ദ ടെക്സ്റ്റ് ഇറ്റാലിക്സ്. നെക്സ്റ്റ് യു ടാഗ് ഈസ് യൂസ്ഡ് ടു മേക്ക് ദ ടെക്സ്റ്റ് അണ്ടർലൈൻ. ഒരു ടെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് സ്ട്രൈക്ക് അല്ലെങ്കിൽ എസ് എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ സ്ട്രൈക്കിന് പകരം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ട്രൈക്ക് അല്ലെങ്കിൽ എസ് എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ മേലെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഹായ് എന്നുള്ളൊരു ടെക്സ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ മേലെ ഒരു സ്ട്രൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രൈക്ക് ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും സ്ട്രൈക്ക് ടാഗ് ഓപ്പൺ ചെയ്യുക, ഹായ് എന്നുള്ള ടെക്സ്റ്റ് കൊടുക്കുക, സ്ട്രൈക്ക് ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഹായ് എന്നുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്യും, സ്ട്രൈക്ക് ചെയ്യും. അടുത്തതാണ് ബിഗ്. ബിഗ് എന്ന് പറയുന്നത് എന്തിനാണ്, സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് നോർമൽ സൈസിനേക്കാൾ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിഗ് എന്നുള്ള ഒരു ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ബിഗ് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ സൈസ് ബൈ 1. ഇനി അടുത്തത് സ്മോൾ ആണ്. സ്മോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ടു ഡിക്രീസ് ദ സൈസ്. നോർമൽ ടെക്സ്റ്റിൻ്റെ സൈസ് ഉണ്ടല്ലോ, ആ സൈസിൽ നിന്ന് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്മോൾ എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സബ്സ്ക്രിപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് SUB എന്നുള്ള ടാഗ്. സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് SUP എന്നുള്ള ടാഗ്. അതായത് നമ്മൾ എപ്പോഴാണ് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക, ഇപ്പോൾ നമുക്ക് H2O എന്നൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ 2 താഴെയാണ്, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക H2O അല്ലേ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ 2നെ താഴെയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ SUB എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ടെക്സ്റ്റിനെ മേലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ A² എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ 2 എവിടെയാണ്, സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരേണ്ടത്. ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, SUP ടാഗ് വെച്ചിട്ടാണ്. എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഇനി അടുത്തതാണ് Q എന്നുള്ള ടാഗ്. Q ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് കൊട്ടേഷൻസ്. അതായത് നമ്മളെ കൊട്ടേഷൻസ് ഉണ്ടാവില്ല, ലൈക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിൻ്റെ ഒക്കെ കൊട്ടേഷൻസ് ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ കൊട്ടേഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, Q എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ Q ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സംഭവം എന്തിൽ വരും, ഡബിൾ കോട്ട്സിൽ ഒരു കോട്ട്സിൻ്റെ ഒരു ഫോർമാറ്റിൽ വരും എന്നുള്ളതാണ്. എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, അപ്പോൾ Q ടാഗ് കൊട്ടേഷൻസ് ഇൻസേർട്ട് ചെയ്യാനാണ്. ദാറ്റ് ഡു നോട്ട് ഹാവ് പാരഗ്രാഫ് ബ്രേക്സ്. അതായത് ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഒറ്റൊരു പാരഗ്രാഫ് മാത്രമായിട്ട്, അധികം കൂടുതലൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ ഒരു സെൻറ്റൻസ് ഒക്കെ വരുന്ന കോട്ടുകൾ ഇൻസേർട്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, Q എന്നുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ബ്ലോക്ക് കോട്ട്. അപ്പോൾ എന്തിനായിരിക്കും ബ്ലോക്ക് കോട്ട്? ലാർജ് കോട്ട്സ് ഉണ്ടല്ലോ, വലിയ ലാർജ് അല്ലെങ്കിൽ പാരഗ്രാഫൊക്കെ സ്പാൻ ചെയ്യുന്ന അത്രയും ലാർജ് ഇത് വരുന്ന കോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് കോട്ട് എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടു ഇൻറ്റൻറ്റ് ലാർജ് കണ്ടൻസ്. പാരഗ്രാഫ് ബ്രേക്ക് ആവശ്യം വരുന്ന ലാർജ് കണ്ടൻസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് കോട്ട് കൊടുക്കുന്നത്. ഇനി ബ്ലോക്ക് കോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ഇൻറ്റൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, സ്പെഷ്യൽ അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് ബ്ലോക്ക് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിന് വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടാഗുകൾ. B, I,
U tag, strike, big, small, SUB that is subscript, SUP that is superscript, Q is given to insert quotations, Blockquote എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? ലാർജ് quotationsനെ ഇൻസേർട്ട് ചെയ്യാനാണ്. ആൻഡ് ഈ ഒരു Blockquote കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻറ്റൻ്റ് ആയിട്ടാണ് വരിക. അതെങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ബോഡി ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബോഡി ക്ലോസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, ഇങ്ങനെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഇതൊരു ഇൻറ്റൻറ്റ് ഇല്ലാതെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇഫ് ഐ വാണ്ട് എ സ്പേസ് ഐ ക്യാൻ ഗിവ് എ ന്യൂ പാരഗ്രാഫ്, ഒരു പുതിയ പാരഗ്രാഫ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സോഫ്റ്റ്വെയർ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെയാണ് ആ പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്പേസ് എന്ത് ചെയ്തു ഇവിടെ വന്നു അല്ലേ. ഇനി ഐ ക്യാൻ യൂസ് സം ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. അതായത് നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടെക്സ്റ്റിനെ എന്ത് ചെയ്യണം, ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു സോഫ്റ്റ്വെയർ എന്നുള്ള ടെക്സ്റ്റിനെ ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബി ടാഗ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ബി ടാഗ് യൂസ് ചെയ്തു. സോഫ്റ്റ്വെയർ എന്നുള്ള ടെക്സ്റ്റിനെയാണ് ബോൾഡ് ആക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ ബി ടാഗ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ സോഫ്റ്റ്വെയർ എന്നുള്ള ടെക്സ്റ്റ് എന്തിൻ്റെ ഉള്ളിലാണുള്ളത്, ബി ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു, ബി ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്നുള്ള ടെക്സ്റ്റ് എന്തായിട്ട് മാറും, ബോൾഡ് ആയിട്ട് മാറും. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി, ബോൾഡ് ആയിട്ട് മാറി. സപ്പോസ് ഐ വാണ്ട് ടു മേക്ക് ദിസ് അണ്ടർലൈൻഡ്, പ്രോഗ്രാംസ് എന്നുള്ള സംഭവം അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, യു ടാഗ് ഓപ്പൺ ചെയ്യുക. ഇവിടെ യു ടാഗ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രാംസ് എന്നുള്ള കണ്ടന്റ് കൊടുത്തതിന് ശേഷം യു ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാംസ് എന്നുള്ള സെക്ഷൻ അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ പ്രോഗ്രാംസ് അണ്ടർലൈൻ ചെയ്ത്. ഇനി സപ്പോസ് ഈ പ്രോഗ്രാംസ് ഉള്ളതിന് അണ്ടർലൈന്, ബോൾഡ്, ഇറ്റാലിക്സ് ഇതെല്ലാം കൂടെ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ തന്നെ എന്ത് ചെയ്യുക, ഇറ്റാലിക്സ് ടാഗും ഓപ്പൺ ചെയ്യുക. ഇവിടെ തന്നെ എന്ത് ചെയ്യുക, ബോൾഡ് ടാഗ് ഓപ്പൺ ചെയ്യുക, എല്ലാം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഇറ്റാലിക്സ് ടാഗ് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ അണ്ടർലൈൻ ടാഗും എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ ബോൾഡ് ടാഗും എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതെന്തായി, ബോൾഡായി, ഇറ്റാലിക്സ് ആയി, അണ്ടർലൈൻ ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ എഫക്ട്സും നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എഫക്ട്സും നമുക്ക് ഒരു ടെക്സ്റ്റിൻ്റെ മേലെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇനി സപ്പോസ് ഐ വാണ്ട് ടു ഗിവ് H2O, എനിക്ക് എന്ത് ചെയ്യണം, H2O എന്നുള്ള ഒരു കണ്ടന്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ H2O എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് H2O, ഇങ്ങനെ ഞാൻ H2O എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, നോർമലി ഇതാ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ 2 എന്ത് ചെയ്യണം, താഴേക്ക് പോകണം. അപ്പോൾ 2 താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 2 തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ഒരു സബ്സ്ക്രിപ്റ്റ് ടാഗ് SUB ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ 2 കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ആ SUB എന്നുള്ളൊരു ടാഗ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ 2 ഇപ്പം എന്തിൻ്റെ ഉള്ളിലായി, SUB ടാഗിൻ്റെ ഉള്ളിലായി. അപ്പോൾ 2 എന്തായിട്ടാണ് വരിക, സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, സോ SUB ടാഗ് ക്ലോസ് ചെയ്തു. സോ നൗ 2 ഈസ് ദ സബ്സ്ക്രിപ്റ്റ്. ഇനി ഇതിന് ഒരു വാല്യൂവിനെ സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത്, SUP, സൂപ്പർ സ്ക്രിപ്റ്റ് ടാഗ് SUP ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതിനെയാണോ ആക്കേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, ആ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എന്ത് വാല്യൂ ആണ് അത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സൂപ്പർ സ്ക്രിപ്റ്റ് ടാഗ് SUP ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ടെക്സ്റ്റ് വിൽ ബി സൂപ്പർ സ്ക്രിപ്റ്റഡ്. ഓക്കെ, അപ്പോൾ അതാണ് നോർമലി യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. ഇനി വേറൊന്നാണ് നമ്മൾ പറഞ്ഞ കോട്ട് ആൻഡ് ബ്ലോക്ക് കോട്ട് അല്ലേ. ബ്ലോക്ക് കോട്ടും കോട്ടും അങ്ങനെ രണ്ടെണ്ണമാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഇൻ ദിസ് എക്സാമ്പിൾ ഇവിടെ ഞാനൊരു പാരഗ്രാഫ്, ബോഡി സെക്ഷൻ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രൗസേഴ്സ് യൂഷ്വലി ഇൻസേർട്ട് കൊട്ടേഷൻ മാർക്സ് അറൗണ്ട് ദ ക്യൂ എലമെൻറ്റ്. അങ്ങനെ ഒരു ടെക്സ്റ്റ് ഇവിടെ അതേപോലെ വന്നു അല്ലേ. അതിനുശേഷം യു ഹാവ് ടു ഡ്രീം ബിഫോർ യുവർ ഡ്രീംസ് കം ട്രൂ. അതായത് യു ഹാവ് ടു ഡ്രീം ബിഫോർ യുവർ ഡ്രീംസ് കം ട്രൂ. ഇതൊരു APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ടാണ്. അപ്പോൾ ഇതൊരു കോട്ട് ഫോർമാറ്റിൽ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട് ഐ ഹാവ് ടു ഡു, എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ക്യൂ ടാഗ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ക്യൂ ടാഗാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യൂ ടാഗാണ് നമ്മൾ
കോഡ്സ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ടാഗ് ഓപ്പൺ ചെയ്തു, ഞാൻ കണ്ടന്റ് കൊടുക്കുകയാണ്, യു ഹാവ് ടു ഡ്രീം ബിഫോർ യുവർ ഡ്രീംസ് കം ട്രൂ. കണ്ടന്റ് കൊടുത്തു, ക്യൂ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ അത് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഡബിൾ കോഡ്സ് ഒന്നും ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പക്ഷേ ഇവിടെ ഔട്ട്പുട്ടിൽ എന്തുണ്ട്, ഡബിൾ കോഡ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കോഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂ ടാഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ടു ഇൻസേർട്ട് ടു ഗിവ് കോഡ്സ് വി യൂസ് വാട്ട്, വി യൂസ് ക്യൂ ടാഗ്. അടുത്താണ് ബ്ലോക്ക് കോട്ട് എന്ന് പറയുന്ന സംഭവം. ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ്, കുറച്ചും കൂടെ ലാർജ് കണ്ടന്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കണ്ടന്റ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് കോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആ പാരഗ്രാഫ് അവിടെ ക്ലോസ് ചെയ്തു, കം ട്രൂ കഴിഞ്ഞതിന് ശേഷം പാരഗ്രാഫ് പി ടാഗ് വെച്ചിട്ട് ക്ലോസ് ചെയ്തു. പി ടാഗ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്, അത് ഞാനിവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ബ്ലോക്ക് കോട്ട് എന്നുള്ള ഒരു ടാഗ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ബ്ലോക്ക് കോട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ഞാനൊരു കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ഫോർ നിയർലി 60 years എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. ഈ ഒരു കണ്ടന്റ് വരുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക ഇൻഡൻറ്റേഷനിലാണ് ഈ ഒരു പാരഗ്രാഫ് കാണുന്നത്. അതെന്തുകൊണ്ടാണ്, ഇറ്റ്സ് ബിക്കോസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ബ്ലോക്ക് കോട്ട് എന്നുള്ള ഒരു ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബ്ലോക്ക് കോട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇൻഡൻറ്റിൽ സ്പെഷ്യൽ കോഡ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് കോട്ട് എന്നുള്ള ഒരു ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹാവ് ഗിവൺ ബ്ലോക്ക് കോട്ട് ഹിയർ, സ്റ്റാർട്ടഡ് ബ്ലോക്ക് കോട്ട് ഹിയർ ആൻഡ് ഐ ഹാവ് എൻഡഡ് ബ്ലോക്ക് കോട്ട് ഹിയർ. അപ്പോൾ അത്രയും ആണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ HTML. So that's all in this video. Thank you.